ടൈസൺ, ഈ പാചകവാതക ക്ഷാമം ഏതെങ്കിലും നിലയിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ഈ ഭാരതത്തിൻ്റെ കപ്പലുകൾക്ക് ഹോർമൂസിലൂടെ കടന്നു വരാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. കാരണം മറ്റു പല രാജ്യങ്ങളുടെയും കപ്പലുകൾ ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് ഹോർമൂസിലൂടെ കടത്തിവിടാതിരിക്കുകയോ ചെയ്യുന്ന ഘട്ടത്തിലാണ് ശിവാലിക് ഉൾപ്പെടെയുള്ള നമ്മുടെ കപ്പലുകൾ ഇതാ ഭാരതം ലക്ഷ്യമാക്കി അവിടെ നിന്നും യാത്ര ചെയ്യുന്നത്. തീർച്ചയായും ഗൗതം, ഇത് ഭാരതത്തിൻ്റെ വലിയൊരു നയതന്ത്ര നേട്ടം തന്നെയാണ്. ഈ നയതന്ത്ര നേട്ടത്തിൻ്റെ ഭാഗമായാണ് ഈ കപ്പലുകളെല്ലാം തന്നെ കടന്നു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ കഴിഞ്ഞ ദിവസമാണ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. വിദേശകാര്യമന്ത്രിമാർ അബ്ബാസ് അറാഖ്ചിയും അതുപോലെ തന്നെ എസ് ജയശങ്കറും തുടർച്ചയായി കൂടിക്കാഴ്ചകൾ നടത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. 4 തവണ ചർച്ചകൾ, 3 തവണ നേരത്തെ ചർച്ച നടത്തി. ഇന്നലെയും ഒരു ചർച്ചകൾ നടന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതം ഉൾപ്പെടെയുള്ള ചില സൗഹൃദ രാജ്യങ്ങളുമായി കൃത്യമായി അവരുടെ കപ്പലുകൾ കടത്തിവിടുന്നത് ഒരു അനുമതി നൽകാനുള്ളൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇന്നലെയും 2 കപ്പലുകൾ കടത്തിവിടുന്നതിനുള്ള ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. 2 പ്രധാന ക്രൂഡ് ഓയിൽ കപ്പലുകളാണ്. ഇന്ന് വീണ്ടും പാചകവാതകം LPG-യുമായുള്ള കപ്പലുകൾ കടന്നു പോകാനുള്ളൊരു അനുമതിയാണ് നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഇതിനുണ്ട് എന്നത് തന്നെയാണ്. ഭാരതവുമായുള്ള സഹകരണം തുടരുമ്പോൾ, ഭാരതവുമായി നയതന്ത്ര തലത്തിൽ ഇടപെടൽ കാര്യക്ഷമമായി നടത്തുമ്പോൾ ഭാരതവുമായുള്ള എണ്ണ വാണിജ്യം കൃത്യമായി തുടരാനുള്ളൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച ചില വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എണ്ണയുടെ വരവ് കൃത്യമായി ഉറപ്പാക്കുന്നതിനെ ഭാരതത്തിന് സാധിക്കുന്നു, അല്ലെങ്കിൽ നയതന്ത്ര തലത്തിൽ സാധിക്കുന്നു എന്നത് ഏറ്റവും മികച്ചൊരു നേട്ടം തന്നെയാണ്. തുടർന്നും കപ്പലുകൾ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കണക്കുകൾ നോക്കുമ്പോൾ ഇന്നലെയും മറ്റൊരു കപ്പൽ ഇതുപോലെ തന്നെ അവിടെ നിന്ന് ഇവിടെ ഭാരതത്തിലെത്തിയിരുന്നു. ഹോർമസ് കടലിടുക്കിലൂടെ കടന്ന് യുദ്ധാനന്തരം മറ്റൊരു കപ്പൽ കൂടി എത്തിയിരുന്നു. ആ യുദ്ധാനന്തരം എത്തിയ ആ കപ്പലിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളെല്ലാം മരിച്ച് ഈ ബിറ്റുമിനായിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. അത് കാർവാർ പോർട്ടിലാണ് എത്തിയത്. അത്തരത്തിൽ കപ്പലുകൾ, ഭാരതത്തിൻ്റെ പല ചരക്ക് കപ്പലുകളും കടന്നു പോകാൻ ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ തന്നെ 2 കപ്പലുകൾ ഇവിടെ എത്തുകയും ചെയ്തു. ഇന്നലെ മറ്റു 2 കപ്പലുകൾക്ക് അനുമതി നൽകി. വീണ്ടും LPG-യുമായുള്ള കപ്പൽ വരുന്നു. അത്തരത്തിൽ വിശാലമായ രീതിയിൽ ഹോർമൂസിൻ്റെ ഹോർമൂസിലൂടെ കടന്നു പോകാനുള്ളൊരു അനുമതി ലഭ്യമാകുന്നതിലൂടെ ഹോർമൂസ് ഏത് രീതിയിലാണ് യുദ്ധത്തിൽ തന്ത്രപ്രധാനമാകുന്നത് എന്നത് സംബന്ധിച്ചൊരു വിഷയവും ഉയർന്നു വരുന്നുണ്ട്. ഹോർമൂസ് തന്ത്രപ്രധാനമാകുന്നത് നമുക്കറിയാവുന്നതാണ്. 20% ഏതാണ്ട് 20% ഈ എണ്ണക്കടത്ത് മുഴുവൻ, എണ്ണയുടെ വാണിജ്യം മുഴുവൻ നടക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ലോകം മുഴുവനുമുള്ള എണ്ണ വാണിജ്യത്തിൻ്റെ 20% നടക്കുന്ന ഈ കടലിടുക്ക് അടച്ചിടുന്നത്, അല്ലെങ്കിൽ അതിൽ പൂർണ്ണമായ നിയന്ത്രണം നടത്തുന്നത് വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന ഇറാൻ്റെ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കർശനമായ നീക്കങ്ങൾ. മൊജ്തബ ഖമേനിയുടെ നീക്കത്തിലൂടെ പോലും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഹോർമൂസിനെ കൃത്യമായും സ്വതന്ത്രമാക്കുക എന്ന രീതിയിലായിരുന്നു. ഈ ഹോർമൂസ് ഏറ്റവും നിർണായകമാകുന്ന രാഷ്ട്രീയ പശ്ചാത്തലവും അതുപോലെ തന്നെ ഹോർമൂസുമായി ബന്ധപ്പെട്ട് കൃത്യമായ വാണിജ്യം നടത്തുന്നതിനുള്ള സാധ്യതകളും ഒരുപോലെ തുറക്കുന്നതിനെ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നൊരു സാഹചര്യമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഹോർമൂസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം കൃത്യമായും ഇറാൻ, അല്ലെങ്കിൽ രാഷ്ട്രീയമല്ല, ഒരു യുദ്ധതന്ത്രം ഇറാൻ കൃത്യമായും നടപ്പാക്കുമ്പോൾ ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൃത്യമായി കടത്തിവിടാനുള്ള ഒരു അനുമതി ലഭ്യമാകുന്നത് നയതന്ത്ര തലത്തിൽ ഭാരതം കൈവരിക്കുന്ന, അന്താരാഷ്ട്ര സൗഹൃദ തലത്തിൽ ഭാരതം കൈവരിക്കുന്ന ഏറ്റവും വലിയ നേട്ടങ്ങൾക്ക് മികച്ച ഉദാഹരണം തന്നെയാണ്.